بسم الله الرحمن الرحيم. إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون. നമ്മെ കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കാത്തവരും ഇഹലോക ജീവിതം കൊണ്ട് തൃപ്തിപ്പെടുകയും അതിൽ സമാധാനമടയുകയും ചെയ്തവരും നമ്മുടെ തെളിവുകളെപ്പറ്റി അശ്രദ്ധരായി കഴിയുന്നവരും ആരോ? أولئك مأواهم النار بما كانوا يكسبون. അവരുടെ സങ്കേതം നരകം തന്നെയാകുന്നു, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ ഫലമായിട്ടത്രേ അത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റഹ്മതി വസ്സഹ്മ വഫി നിഅമതി വന്നിഖമ വഫിൽ ഖൈരി വശ്ശർരി വഫിൽ ബലാഇ വൽ അതാ. അൽഹംദുലില്ലാഹില്ലദീ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا خير خلق الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين لا
لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون. صدق الله مولانا العلي العظيم. قال نبينا وحبيبنا محمد صلى الله عليه وسلم: الدنيا كلها جيفا وطالبها كلاب. صدق رسوله النبي الكريم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. जिंदगी इंसान की मानिंद मुर्गे खुशनवा शाहती पैदा कोई दम शहशहया उठ गया. ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും ചൊല്ലി ഇന്നിതായിൽമിന്റെ ശോഭ പിന്നിലായി തുടങ്ങി. പൂനിലാവേ പൂമണമേ പൂത്തുവീശിയ നൂറേ മുസ്തഫ നബി തങ്ങളോരില് സൽസലാത്തുകളേറെ. എന്നും വാനിൽ വാട്ടിടും യുവാക്കളിൽ നീതാണ് തക്ബീർ എന്നൊരു പേരിലവർ മുന്നിടലുമാണ്. പൂർണ്ണ രാജാവേ അഹദേ സയ്യിദാം കരളേ. പൂർണ്ണ രാജാവേ അഹദേ സയ്യിദാം കടലേ. ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും ചൊല്ലി ഇന്നിതായിൽമിന്റെ ശോഭ പിന്നിലായി തുടങ്ങി. അമ്പിളി പൊൻ താരമാ പൂർണ്ണനിലാവ് ചെയ്ത കരുണക്കടലാം പൂവിത കാരുണ്യമാം നബി തങ്ങളാ. തക്ബീറിലും ധ്വനിയാകുമേ ഈ നാട്ടിലെ യുവാക്കളെ. നീ കാക്കണേ യാ റബ്ബന കൃപ തൂകണേ യാ മന്നവ. പുണ്യനേതാവിൽ നബിയാം ചെയ്തോരിലായി. പുണ്യനേതാവിൽ അറിവിൽ ചെയ്ത് കനിയാം. ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും ചൊല്ലി ഇന്നിതായിൽമിന്റെ ശോഭ ഇവിടമിൽ തുടങ്ങി.
സുമിയും ഹംദും സലാത്തും നൽ സലാമും ചൊല്ലി ഇന്നിതായിൽ നിന്റെ ശോഭ പിന്നിലായി തുടങ്ങി. മുഹമ്മദ് സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, വേദിയിലിരിക്കുന്ന ഉസ്താദ്, മറ്റ് സഹോദര സഹോദരിമാരെ, ഈ നാട്ടിലെ നല്ലവരായ കാരണവന്മാരെ, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന സമയം മുഴുവനും ജീവകാരുണ്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുവാൻ സിട്ടാബായ തമ്പുരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സ്വലാത്ത് വാർഷികത്തോട് അനുബന്ധിച്ചുകൊണ്ടാണ് ഇതേപോലെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ആ നാട്ടിലുള്ള പരിപാടികൾ വിജയിപ്പിക്കുന്നതും അതിൽ അകമഴിഞ്ഞ് സഹായിക്കുന്നതും ഈ നാട്ടുകാർ തന്നെയായിരിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചുമരിൽ തട്ടിക്കൊണ്ട് വിളിച്ചു, അബൂബക്കറെ, നീ എന്റെ അരികിലേക്കൊന്ന് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കരളിന്റെ കാതലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വിടുമ്പോൾ സുബഹി നമസ്കാരം കഴിഞ്ഞപാട് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് അബൂബക്കർ തങ്ങൾ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കറിനോട് പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, നാളെ ഇവിടെ നിൽക്കുന്ന എല്ലാ സ്വഹാബാക്കളോടും ഒരു കാര്യം പറയുവാൻ വേണ്ടി ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അതെന്ത് കാര്യമാണ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ സമയത്ത് ലോകത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ തങ്ങളോട് ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. എന്താണ് ആ കാര്യം? ഇന്നലെ ഞാൻ നിങ്ങളോടൊപ്പം ഇൽമുകൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ഹബീബായ എന്റെ കാര്യങ്ങളെ കുറിച്ചും ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നുകൊണ്ടിരുന്നപ്പോ, പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ കുറച്ചാളുകൾ അകലെ മാറി നിന്നുകൊണ്ട് സംസാരിക്കുന്നതായി ഞാൻ കണ്ടു. ഇനി അവർ ആരെങ്കിലും ഒരാളെങ്കിലും ഇതുപോലെ മാറി നിന്നുകൊണ്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇൽമിന്റെ സദസ്സിലേക്ക് അടുത്തിരിക്കാതെ പിന്നോക്കമായിട്ട് നിൽക്കുകയോ ചെയ്താൽ അവരെ വിശുദ്ധമാക്കപ്പെട്ട സദസ്സിലേക്ക് നീ വിളിച്ചുകൊണ്ടിരുത്തണം എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളോട് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാതയിൽ കൂടിയാണ് ഞാനും നിങ്ങളും സഞ്ചരിക്കേണ്ടത്. അതല്ലേ ഇവിടെയുള്ള യുവാക്കള് സ്വലാത്ത് വാർഷികത്തോട് അനുബന്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി തന്നെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബഹുമാനമുള്ളവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേർക്ക് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അതിന് കിട്ടുന്ന കൂലി ഒരു ദിവസം വാള പറഞ്ഞാലും തീരാത്ത അത്രത്തോളമുണ്ട്. എന്നാൽ നമുക്കറിയുമോ, ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ക്യാപ്റ്റന്മാരായ 4 മാലാഖമാര് കടന്നു വരികയായ ആരാജില്ലൊരു പനിനീര നബിയോരിലെ കരൈന്താര മലക്കുകള് പറഞ്ഞതാ ഇതാ ജോറായി ഉടനെ നബിയോട്ട് പറഞ്ഞതാ നബിയോടായി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ആരാണ് കടന്നു വരുന്നത് എന്നറിയോ?
4 ക്യാപ്റ്റന്മാരായ മലായിക്കത്തുകളാണ്. അത്താനി ജിബ്രായീൽ വമീകായീൽ വഇസ്രാഫീൽ വഅസ്റായീൽ. ഇങ്ങനെ 4 ക്യാപ്റ്റന്മാരായ മാലാഖമാർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് ഒന്നാമതായിട്ട് ഒന്നാള് പറയാൻ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ് മൻ സല്ല അലൈക ഫീ കുല്ലി യൗമിൻ 10 മർറാത്ത് അന ആഖുദൻ ബിയദിഹി വഅമറുഹു അലാ സിറാത്തി കൽ ബർഖിൽ ഖാതിം. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, മൻ സല്ല അലൈക ഫീ കുല്ലി യൗമിൻ 10 മർറാത്ത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലേ, ആരെങ്കിലും അങ്ങയുടെ മേലിൽ ഒരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിയാൽ അന ആഖുദൻ ബിയദിഹി വഅമറുഹു അലാ സിറാത്തി കൽ ബർഖിൽ ഖാതിഫി. നമ്മളൊക്കെ ഏത് സമയത്ത് ദുആ ചെയ്യുമ്പോൾ വളരെ ആവേശത്തോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാറില്ലേ? അല്ലാഹുവേ, സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, ആ പാലം മിന്നലെ വേഗത്തിലൊന്ന് കടക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. എല്ലാവരും നല്ലതുപോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നതാണ്, അല്ലാഹുവേ, സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പാലം മിന്നൽ വേഗത്തിലൊന്ന് കടക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ. എന്നാൽ എന്റെ ബഹുമാനമുള്ളവരെ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഈ ഒരു കൂലി നമുക്ക് കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അന ആഖുദൻ ബിയദിഹി, അവന്റെ കൈ ഞാനങ്ങ് പിടിക്കും, വഅമറുഹു അലാ സിറാത്തി കൽ ബർഖിൽ ഖാതിഫി. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പാലം മിന്നൽ വേഗത്തിൽ അവന്റെ കൈയും പിടിച്ചുകൊണ്ട് ഞാൻ കടന്നു പോകും നബിയേ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. രണ്ടാമത്തെ മലക്ക് വരികയാണ്, ചുരുക്കി പറയുകയാണ്. രണ്ടാമത്തെ മലക്ക് വന്നുകൊണ്ട് പറയുന്നു, ആരാണ്? വഖാല മീകാഈൽ. ബഹുമാനപ്പെട്ട മീകാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അന അസ്തീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്. ബഹുമാനപ്പെട്ട മീകാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് പറയുന്ന നബിയേ, അന അസ്തീഹി മിൻ ഹൗലിക. ആരെങ്കിലും ഒരാളൊരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിയാൽ അങ്ങയുടെ മേൽ ആഗ്രഹത്തോടു കൂടി ഇരുന്നു കൊണ്ട്, സന്തോഷത്തോടു കൂടി ഇരുന്നു കൊണ്ട്, അവന്റെ മനസ്സിന്റെ മനോഹരത്തിലുള്ള മായാത്ത ചിന്തയല്ല അല്ലാഹുവിന്റെ ഹബീബായ റസൂലേ അങ്ങയോട് പങ്കുവെച്ചുകൊണ്ട് ആരെങ്കിലും ഒരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിയാൽ അലാ അസ്തീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, നേരം വെളുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ വലിയങ്ങ് മുഴങ്ങി കഴിയുമ്പോ നല്ലതുപോലെ നേരം വെളുത്തൊന്ന് കിട്ടാൻ വേണ്ടി കാത്തിരുന്നിട്ടോ ചോടി എഴുതേക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് എന്തുകൊണ്ടാണ് വിധങ്ങളിലേറെ 10 സ്വലാത്ത് ചൊല്ലാൻ നിനക്ക് കഴിയാതെ പോകുന്നത് മുസ്ലിമേ? ഇന്നെന്റെ പ്രിയമുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവന്റെ വീട്ടിന്റെ അപ്പുറത്തുള്ള മറ്റുള്ള ആളുകളെ കുറിച്ച് കുറ്റം പറയാൻ, അവന്റെ പച്ചമാംസം വെട്ടിവരിക്കാനും, അവന് ഇല്ലാത്തതും കൊല്ലാത്തതുമായ കാര്യങ്ങൾ പറയാൻ നിന്റെ നാവിന് എത്രയോ താക്കത്തുണ്ടെങ്കിലോ എന്റെ പ്രിയമുള്ള സഹോദരാ, നേരം വെളുക്കുക അതാ പരിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനിയെന്ന് മുഴങ്ങുമ്പോ നീ ചിന്തിക്കുന്നതെന്താ?
ഇന്ന് മറ്റേ സിനിമ കാണണമല്ലോ, മറ്റു സിനിമ കാണണമല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോരോ ദിവസങ്ങളില് നിന്റെ സമയങ്ങൾ ഇങ്ങനെ തള്ളി നീക്കിയിട്ടോ ആ സിനിമ നീ കണ്ടുകൊണ്ട് വന്നിട്ടോ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ വിളിച്ചെത്തിയിട്ട് ആ സിനിമയുടെ കഥ പറഞ്ഞു കൊടുക്കുന്ന ചെറുപ്പക്കാരാ, നീ ചിന്തിച്ചോ അവിടെ നിന്റെ നാക്കുകൊണ്ട് ചെയ്തു പോയ പ്രവർത്തനമെന്താ? അത് തെറ്റിന്റെ പാതയല്ലേ ഈ വാക്കളെ? എന്നാ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ബഹുമാനപ്പെട്ട മീകാഈൽ വന്നുകൊണ്ട് പറയാ, ആരെങ്കിലും ഒരാൾ ഒരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിയാൽ അന അസ്ഖീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്, ഒരാൾ ഒരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിയാൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളോട് പറയുകയാണ്, അവന് അങ്ങയുടെ ഹൗലുൽ കൗസറിൽ നിന്ന് ഞാൻ അവിടുത്തെ സുന്ദരമാക്കപ്പെട്ട പാനീയം ഞാൻ കുടിപ്പിക്കും നബിയെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളോട് ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. ചിന്തിച്ചു നോക്കി സഹോദരങ്ങള്, ചിന്തിച്ചു നോക്കി എത്രയോ സമയങ്ങളും മണിക്കൂറുകളും സെക്കൻഡുകളുമൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ സമയങ്ങൾ നമ്മൾ തള്ളി നീക്കുമ്പോൾ ഒരു നിമിഷം നാം ഒന്ന് ചിന്തിക്കണം. ഒരു ദിവസം ഒരാള് 10 സ്വലാത്ത് ചൊല്ലിയാൽ ഈ പറയാൻ പോകുന്ന കൂലിയെല്ലാം അവനിക്ക് കിട്ടുമെങ്കിൽ അത് എനിക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടാ എന്നൊരു ചിന്ത വെച്ചുകൊണ്ട് ഒരു ദിവസം 10 സ്വലാത്ത് ഒന്ന് ചെല്ലുവാൻ നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് ഒന്ന് സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ ആഗ്രഹം വെച്ചുകൊണ്ട് എന്റെ ബഹുമാനമുള്ളവരെ ദിവസം ഒരു 10 സ്വലാത്ത് ചൊല്ലുക. പുഞ്ചീരി പൂനീളം പൂമുല്ല രാജ അകതിൽ നിലാവത്ത സുന്ദര പൂവ ആറ്റേലം കാരുണ്യ ചെയ്ത് പൂവിനെ കാണുന്നതെന്നാണ് ഹൃദയം പോകുന്നതെന്നാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിനെ കാണുവാനും അവിടുത്തെ പച്ച കുബ്ബയൊന്ന് കൺകുളിർക്കെ ഒന്ന് കാണുവാനും കൊതിയില്ലാത്ത ഒരൊറ്റ മനുഷ്യരും ഈ ഭൂമി ലോകത്തുണ്ടാകില്ല. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ 2 കണ്ണുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് ഒന്ന് കാണുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ചുരുക്കിയാണ് പറയുന്നത്. മൂന്നാമതായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് ആര്? ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് പറയുകയാണ്, അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫഅ റഅസി ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നേരം വെളുത്തു കഴിഞ്ഞാൽ സുബ്ഹി നമസ്കാരത്തിന് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ നിന്നും ബാങ്കിന്റെ ധ്വനി അങ്ങോട്ട് മുഴങ്ങിക്കേട്ടാൽ ഒരുപാട് പാപപങ്കിലമായിട്ടുള്ള ജീവിതം നയിച്ചു തീർക്കുന്ന സഹോദര, എന്നാൽ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമുക്കൊരു ഓഫർ തരികയാണ്. ഇന്നിപ്പോൾ അങ്ങനെയാണല്ലോ, വോഡാഫോണിൽ എങ്ങനെയാണ് 10 പൈസ ആക്റ്റീവായി കഴിഞ്ഞാൽ 1 രൂപയ്ക്ക് അരമണിക്കൂർ സംസാരിക്കാൻ കഴിയും, അല്ലെങ്കിൽ 3 രൂപയ്ക്ക് അരമണിക്കൂർ സംസാരിക്കാൻ കഴിയും. അതൊന്ന് മിക്കുള്ള ആളുകളും ചെയ്യാറുമുണ്ട്. അതേപോലെയല്ല, അതിനേക്കാൾ മെച്ചമായിട്ടുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് ഒരു ഓഫർ കൊടുക്കുകയാണ്. ഏതാണ് ആ ഓഫർ? അന അസ്ജുദു ലില്ലാഹി തആല. ബഹുമാനമുള്ള സഹോദര, നേരം വെളുത്ത് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുന്നത് ഹറാമാണ്, നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുന്നത് ഹറാമാണ്, നമ്മുടെ കാലുകൊണ്ട് പോകുന്നത് ഹറാമാണ്, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അത് മുഴുവനും എന്ന ഹറാമിലേക്ക് പോകുന്ന ഒരവസ്ഥയല്ലേ. എന്നാ ഇവിടെ പറയുന്നു, അന അസ്ജുദു ലില്ലാഹി തആല, അന അസ്ജുദു ലില്ലാഹ്, അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ സുജൂദിൽ വീഴും. അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ സുജൂദിൽ വീഴും. എന്തിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്നത്?
എന്തിനു വേണ്ടിയാണ്? എന്നിട്ട് അവിടുന്ന് പറയുന്നു, മാ അർഫഅ റഅസി ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, ആരെങ്കിലും ഒരു ദിവസം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പേർക്ക് ഒരു 10 സ്വലാത്ത് ചൊല്ലിയാ, ആ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനിക്ക് വേണ്ടിയിട്ട് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മുമ്പിലേക്ക് ഞാനങ്ങ് ചൊല്ലും നബിയേ. ഞാൻ അവിടേക്ക് ചെന്നിട്ടോ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാനങ്ങ് സുജൂദിൽ വീഴും നബിയേ. എത്രത്തോളമെന്നറിയോ? അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ ഞാൻ വീണോ എന്റെ തലയെ ഞാൻ ഉയർത്താറില്ല നബിയേ. എത്രത്തോളമെന്നറിയോ? ഹത്താ ഗഫറല്ലാഹു തആല ലഹു. അവൻ ഭൂമി ലോകത്ത് ജീവിച്ചിരുന്നപ്പോ, ആനന്ദത്തിന്റെ പരദീസയിലേക്ക് പോയപ്പോ, ആർപ്പാടത്തിന്റെ കുത്തിലേക്ക് പോയപ്പോ, അവൻ ദുനിയാവിന്റെ വെറും വൃത്തികെട്ട മ്ലേച്ഛമായിട്ടുള്ള വെറുമതാ ഭാവിയേറ്റുകൊണ്ടവനെ സഞ്ചരിച്ചു പോയപ്പോ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു പോയവനാണ് നബിയേ. അവൻ ഒരു ദിവസം അങ്ങയുടെ പേരൊക്കെ 10 സ്വലാത്ത് ചൊല്ലിയ അവന്റെ പാപങ്ങൾ മുഴുവനും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പുറത്തു കൊടുക്കുന്ന വിവരെ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് ഞാൻ എന്റെ തലയെ ഞാൻ ഉയർത്തില്ല നബിയേ. ഒരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്നൊരു കൂലിയാണ്. അവന്റെ പാവങ്ങൾ പുറത്തു കൊടുക്കും വരെ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്നും തലയെ ഉയർത്തി മാറ്റില്ല. ആര് പറഞ്ഞു തരുന്നു നമ്മളോട്? നമ്മുടെ കരളിന്റെ കാതലായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് വേണം. നമ്മുടെ കരളിന്റെ കാതലായ നബി മുഹമ്മദ് മുസ്തഫ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, സയ്യിദു മദാരിസകും ബിസ്സലാത്തി അലയ്യ. നബി തങ്ങൾ എന്നെ പറയാൻ, എന്റെ മേല് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ സദസ്സിനെ നിങ്ങൾ ഭംഗിയാക്കേണ്ടത്. അപ്പോൾ ഈ സദസ്സിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേർക്കുള്ള സ്വലാത്താണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനം വരെ നല്ലതുപോലെ സ്വലാത്ത് ചൊല്ലാൻ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, നാലാമതായിട്ട് വരുന്ന മലക്കുണ്ടാരാണ്? വഖാല അസ്റാഈൽ, ആനന്ദമേറുന്ന പൂനിലാമൂത്ത് നബിയുള്ളാഹ്, അശ്റഫുൽ ബശറായ സയ്യിദേ നബി തണിയുള്ളാഹ്, അമ്പി പോകുമാ പൂമുഖം കാണാൻ കഴിയുമേ, ആരംഭ പൂത്തിങ്കൾ സയ്യിദേ മാലർ തനിയാണേ. ബഹുമാനമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് അസ്റാഈൽ വന്നുകൊണ്ട് പറയാണ്, നബിയേ എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അവിടുന്ന് പറഞ്ഞല്ലോ, മരണത്തിന് വല്ലാത്ത വേദനയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലല്ലോ. ആ നബി തങ്ങളുടെ മുമ്പിലേക്ക് അസ്റാഈൽ വന്നുകൊണ്ട് പറയാറ്, നബിയേ ആരെങ്കിലും ഒരാൾ ഒരു ദിവസം അവന്റെ വീട്ടിലായിരിക്കട്ടെ, അവൻ നടന്നു പോകുന്ന വഴിയിലായിരിക്കട്ടെ, അവൻ ഇരിക്കുന്നവൻ ഇരിപ്പിടത്തിലായിരിക്കട്ടെ, അവൻ വാഹനത്തിലാണെങ്കിൽ അവന്റെ വാഹനത്തിലായിരിക്കട്ടെ, അവൻ ഏത് ജോലിയിലാണെങ്കിലും ചെല്ലിക്കോ സഹോദരാ, ലോകത്തിന്റെ
റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ കടലായ മദീന മുനവ്വറയിൽ അന്തിവിശ്രമം കൊള്ളുന്ന നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, നമ്മുടെ ഖൽബിന്റെ രാജാവേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, തന്നെ നാമാക്കി മാറ്റിയ സയ്യിദേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, സയ്യിദുൽ കൗനൈൻ ഖാതിമുൽ നബി അനീസുൽ ഗരീബി റഹ്മത്തുൽ ആലമീൻ സിറാജുസ് സാലിഖീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ നബി തങ്ങളുടെ പേരൊക്കെ ഒരു ദിവസം 10 സ്വലാത്ത് നീ ചൊല്ല് സഹോദരാ, നിനക്ക് കിട്ടുന്ന കൂലി കണ്ടോ. അസ്റായീൽ പറയാ അന അഖ്ബൽ അർവാഹ് അന അഖ്ബൽ റൂഹ് കമാ അഖ്ബൽ അർവാഹൽ അംബിയാ, അമ്പിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ അവന്റെ റൂഹിനെ ഞാൻ പിടിക്കും നബിയേ. ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞതാണ്, അമ്പിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ അവന്റെ റൂഹിനെ ഞാൻ പിടിക്കുമെന്ന്. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങളൊന്ന്. എത്രയോ സമയങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാനും, അല്ലെങ്കിൽ നമ്മുടെ ടിവിയെ കുറിച്ച് പറയാനും, അല്ലെങ്കിൽ ഇന്റർനെറ്റിനെ കുറിച്ച് പറയാനും, ഇതേ കണക്കുള്ള പല കാര്യങ്ങളെ കുറിച്ച് പറയാനും നമുക്ക് 1000 നാവാണ്. പക്ഷേ നമ്മുടെ സദസ്സിലാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടിട്ടൊന്ന് സ്വലാത്ത് ചൊല്ലാൻ പോലും മടി. ഇവിടെ ഇരുന്ന് കൊണ്ട് ചൊല്ലിയാൽ മതി. ഒരു സ്വലാത്ത് ചൊല്ലിയ ഒരു കാരണത്താൽ ഒരു പെണ്ണ് സ്വർഗത്തിലേക്ക് പോയെങ്കിൽ ഇവിടെ ഇരുന്ന് കൊണ്ട് ഇന്നിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോ നിങ്ങൾക്ക് എത്രയോ സ്വലാത്ത് ചൊല്ലാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സ്വലാത്തിലൂടെയെങ്കിലും നമ്മൾ അല്ലാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗത്തിൽ കടത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്വലാത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരിപാടി വെച്ചതിന്റെ പേരിലാണ് ഞാൻ സ്വലാത്തിനെ കുറിച്ച് അല്പം ഒന്ന് സംസാരിച്ചത്. ബഹുമാനമുള്ളവരെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. സഹോദരങ്ങളെ, മനുഷ്യരെന്ന് പറയുമ്പോൾ തന്നെ അവനിക്ക് എന്തും കിട്ടുമെന്നുള്ള ഒരു ചിന്ത അവന്റെ മനസ്സിലുണ്ടായിത്തീരുന്നു. മെനഞ്ഞാനത്തെ പത്രം എടുത്തു നോക്കിയാൽ അതിനകത്ത് ചെറിയൊരു ലേഖനമുണ്ട്. എന്താ ലേഖനം? ONV എഴുതിയതാണ്. അതിനകത്ത് പറയുന്നുണ്ട്, മനുഷ്യനെന്ന് പറഞ്ഞാൽ അവനിക്ക് എത്ര കിട്ടിയാലും അവന്റെ ആർത്തി അങ്ങോട്ട് തീരുന്നില്ല. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേർക്ക് ഒരു സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞാലും അവനെ കൊണ്ട് കഴിയുന്നില്ല. ഇതൊക്കെ ഇവിടെ പെട്ടതാണ്. അതല്ലേ അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിൽ കൂടി അല്ലാഹു തആല അനുവദിച്ചുകൊണ്ട് പറയാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الذين لا يرجون لقاءنا ورضوا بالحياة الدنيا وطمأنوا بها والذين هم عن آياتنا غافلون أولئك مأواهم النار بما كانوا يكسبون. വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഈ മനുഷ്യരാകുന്ന എന്നെയും നിങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ആഗ്രഹം എന്താണ്? ഈ ദുനിയാവിൽ കുറെ കാലം നല്ലതുപോലെ ഭാര്യയും മക്കളും അതുപോലെ കൂട്ടുകാരെല്ലാം ഒത്തുന്ന് കുറച്ചു കാലം ഒന്ന് ജീവിക്കുക. പിന്നീട് അങ്ങോട്ട് മരണപ്പെടുമ്പോൾ അത് അപ്പോഴല്ലേ, മരണപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ മരണപ്പെടാൻ അവൻ വയസ്സായി എന്നവനിക്ക് ചെറുതായിട്ട് തോന്നിയാൽ പിന്നെ പള്ളിയുടെ മൂലയിൽ കയറി ഇരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടോ തസ്ബീഹ് എടുത്തിട്ടോ കാര്യമില്ല. ഉള്ള ആരോഗ്യത്തിൽ നല്ലതുപോലെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുക. ഈ ദുനിയാവ് വെറും നശ്വരമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദുനിയാ കുല്ലുഹാ ജീഫ വത്വാലിബുഹാ കിലാബ്. ദുനിയാവ് മുഴുവനും ശവങ്ങളാണ്. ആ ശവത്തെ തേടുന്നത് പട്ടികളാണ്. നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാമ ഇഖ്ബാൽ പറഞ്ഞില്ലേ, പറഞ്ഞു, ജിന്ദഗി ഇൻസാൻ की मानिंद मुर्दे हुस्नवा शाहती पैदा कोई മനുഷ്യ ജീവിതം എത്രത്തോളം എന്ന് പറയാൻ എന്താ?
ജിന്ദഗി ഇൻസാൻ കി മനുഷ്യ ജീവിതമെന്ന് പറഞ്ഞാൽ ആനന്ദ മുറിവേ ഹുസ്നവാ മരക്കൊമ്പിലിരുന്ന് പാടുന്ന ഒരു കിളിയെ പോലെയാണ്. നമുക്കറിയുമല്ലോ, നമ്മുടെ വീട്ടിന്റെ മുറ്റത്തൊരു കുയില് വന്നിരുന്നു കൊണ്ട് ശൂളമിട്ടാൽ ആ കുയിലിന്റെ ശൂളമിടൽ കേൾക്കാൻ വേണ്ടി നമ്മുടെ മക്കൾ ഇറങ്ങി നിൽക്കാറുണ്ട്. ചിലപ്പോൾ അത് കൂവുന്നത് പോലെ നമ്മുടെ മക്കളും കൂവാറുണ്ട്. ചിലപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ആ കുയിലങ്ങ് പറന്നു പോകാറുണ്ട്. അപ്പോൾ മക്കൾ വന്നിട്ട് ചോദിക്കുന്ന കുയില് പോയോ? അപ്പം പറയും പോയെന്ന് പറയും. ഇതേപോലെയാണ് മനുഷ്യന്റെ ജീവിതം. മരക്കൊമ്പിലിരുന്ന് കൊണ്ട് നല്ലതുപോലെ പാട്ട് പാടുന്ന ഒരു കിളിയെ പോലെയാണ്. ആ കിളി വന്നിരുന്നു കൊണ്ട് പാട്ട് പാടുന്ന സമയം ആ കിളിയെ ഒന്ന് കാണുവാനും അതിന്റെ കൂകല് കേൾക്കുവാനും വല്ലാത്ത ആഹ്ലാദത്തോടുകൂടി വല്ലാത്ത ആനന്ദത്തോടു കൂടിയിട്ട് നമ്മൾ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറച്ച് സമയം നല്ലതുപോലെ പാടുന്നു, നല്ലതുപോലെ പാടുന്നു. എന്നിട്ടോ അതങ്ങ് ചിറകട്ടടിച്ചുകൊണ്ട് അങ്ങ് പറന്നു പോകുന്നു. ഇതേപോലെയാണ് മനുഷ്യ ജീവിതമെന്ന് അല്ലാമ ഇഖ്ബാൽ പറയുകയാണ്. ഏത് സമയത്ത് എവിടെ വെച്ചാണ് നമ്മൾ മരണപ്പെടുന്നതെന്ന് എനിക്കോ നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. അതല്ലേ അല്ലാഹു തആല പറഞ്ഞത്, ഇന്നല്ലദീന ലാ യർജൂ ലിഖാഅനാ, ഇന്നല്ലദീന നിശ്ചയമായിട്ടും ഒരു കൂട്ടർ പറയുമ്പോ ചിലപ്പോ നമുക്ക് തോന്നും ഇതെന്നെ കുറിച്ചാ പറയുന്നത്. ഓരോരുത്തർക്കും ചിലപ്പോ തോന്നിപ്പോകും. ഇന്നല്ലദീന നിശ്ചയമായിട്ടും ഒരു കൂട്ടർ ലാ യർജൂ ലിഖാഅനാ, നമ്മളെ കാണണമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കില്ല. ദുനിയാവില് പിന്നെ സ്വത്തുക്കൾ വാരിക്കൂട്ടാനും സമ്പത്തിന്റെയും മറുകണക്കുന്നല്ല മറ്റുള്ള പെരുപ്പങ്ങൾ അങ്ങോട്ട് കെട്ടിച്ചമയ്ക്കാനും അവനിക്ക് ഒരുപാട് സമയങ്ങളുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിക്കണം. അള്ള തന്നെ പറയാണ്, നമ്മളെ കാണണമെന്നുള്ള ചിന്ത അവനിക്കില്ല, തീരെ അവനിക്കില്ലാതെ പോവുകയാണ്. എന്നിട്ടോ ദുനിയാവിന്റെ ജീവിതം അവനിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അവനിക്ക് പിന്നെ ദുനിയാവ് മതി. ആ ദുനിയാവിനെ മതിമറന്നുകൊണ്ട് ജീവിക്കാൻ അവനിക്ക് ഒരിക്കലും കഴിയില്ല. അതിനെ വല്ലാതെ ഇഷ്ടം വെച്ചുകൊണ്ട് അവൻ ജീവിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാർക്ക് നമ്മളെ കാണണമെന്നവർക്ക് ആഗ്രഹമില്ല. മാത്രവുമല്ല എന്തെങ്കിലും കുറച്ചൊരു സമ്പത്ത് കിട്ടിയാൽ, കുറച്ചെന്തെങ്കിലും സമ്പത്ത് കിട്ടിയാൽ ഇനിയും കിട്ടട്ടെ, ഇനിയും വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമ്പത്തിനോടുള്ള അത്യാർത്തി. എന്നാൽ വല്ലദീനഹും അൻ ആയാതിനാ എന്റെ പ്രിയമുള്ള സഹോദര, ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വെറും ഒരായത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനി. ഈ ലോകത്ത് വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനായ അല്ലാഹു. അയ്യപ്പനും പിന്നെ ഗുണം ചെയ്യും, പാക്കറിനും ഗുണം ചെയ്യും, അതുകണക്ക് തങ്കച്ചനും തങ്കമ്മയ്ക്കൊക്കെ അല്ലാഹു തആല ചെയ്യും. ഒരുപോലെ ദുനിയാവിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല അനുഗ്രഹങ്ങൾ അവർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ അർ-റഹീം, ഈ ലോകത്ത് വെച്ച് വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു തആല ഗുണം ചെയ്യും. അവിടെയാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ആഖിറത്തിലുള്ള വിജയമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. അല്ലാതെ ദുനിയാവിന്റെ ഒരു ചിന്ത നമുക്ക് വേണ്ട സഹോദരങ്ങളെ. അങ്ങനെ ആരെങ്കിലും അതിലേക്ക് പോയാൽ വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ, അവർക്ക് ഞാൻ കാട്ടിക്കൊടുത്തിട്ടുള്ള ദൃഷ്ടാന്തങ്ങളുണ്ടല്ലോ, നമുക്കറിയുമല്ലോ സഹോദരങ്ങളെ. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ടല്ലോ. ആദ് നബിയുടെ ആയിരിക്കുന്ന ചരിത്രമെടുത്ത് നോക്കിക്കോ, സാലിഹ് നബിയുടെ ചരിത്രമെടുത്ത് നോക്കിക്കോ, ഹൂദ് നബിയുടെ ചരിത്രമെടുത്ത് നോക്കിക്കോ. ഈ ലോകത്ത് വന്നിട്ടുള്ള മുഴുവൻ അമ്പിയാവരുടെയും ചരിത്രങ്ങളെടുത്തെന്ന് പരിശോധിച്ചു നോക്കിയ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിനക്കതിന് മുഴുവനും പാഠമുണ്ടല്ലോ. പിന്നെന്തുകൊണ്ടാണ് ചിന്തിക്കാതെ ദുനിയാവിന്റെ ആർഭാടത്തിന് മണിമറന്നുകൊണ്ട് ജീവിക്കുന്നത്?
ചോദിക്കുന്നത് സഹോദരാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, എടോ നിനക്ക് ഈ ദുനിയാവിന്റെ ചതിയിൽ നിന്നോ ഒന്ന് മാറി നിൽക്കണോ? അല്ലാഹുവിന്റെ കത്തിക്കാണെന്ന നരകമുണ്ടല്ലോ, ഓ നരകത്തെ ഓർത്തുകൊണ്ടെന്ന് വെട്ടിക്കറങ്ങോ. ഇന്നിപ്പോ എവിടെയാ സഹോദരങ്ങളെ നരകത്തെ ഓർത്തുകൊണ്ടെന്ന് കരയാറുള്ള കണ്ണുനീര്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നേരം വെളുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട നാമങ്ങളൊന്നോടാ, അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട കലാമായ ഖുർആനുണ്ടല്ലോ, ഓ ഖുർആനെന്ന് പാരായണം ചെയ്യാ നിനക്കെന്തുകൊണ്ട് കഴിയുന്നില്ല പെണ്ണേ? നബിതങ്ങളുടെ പേർക്കൊരു 10 സലാത്തല്ല, നിനക്കെന്തുകൊണ്ടാ പെണ്ണെ കഴിയാത്തത്? എന്നാ അപ്പുറത്തുള്ള വീട്ടിലേക്ക് ചെന്നിരുന്നു കൊണ്ടാ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കഥ പറയുമ്പോ നീ കണ്ടുകൂട്ടിയ കാവ്യാഞ്ജലി, മാനസപുത്രി തുടങ്ങിയുള്ള സീരിയലുകൾ നീ കാണുമ്പോ ആരോ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആ സീരിയലിന്റെ കഥകളെ കണ്ടുകൊണ്ട് പൊട്ടിക്കറിയുന്ന പെണ്ണേ, നിനക്കെന്തുകൊണ്ടാ നാളെ വരാൻ പോകുന്ന മനുഷ്യരെ കുറിച്ച് നിനക്കൊന്ന് ചിന്തിക്കാൻ കഴിയാതെ പോകുന്നതും, ആരടി ഉണ്ടാകുന്ന കബറിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ നിനക്കെന്തുകൊണ്ടാ കഴിയാതെ പോകുന്നതും? നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പാതിരാ സമയമാകുമ്പോ തന്റെ വീട്ടിനകത്തിലേക്ക് കയറി ചെന്നിട്ട് ഒരു വിളക്കങ്ങോട്ട് കത്തിച്ചു വെക്കുമായിരുന്നല്ലോ. ആ വിളക്കങ്ങ് കത്തിച്ചു വെച്ചിട്ടോ തന്റെ വിരൽത്തുമ്പിൽ ആ വിളക്കിന്റെ അരികിലേക്കൊന്ന് കൊണ്ടുപോകുമല്ലോ. ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നറിയോ? സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ് വീട്ടിന്റെ ഹത്തലത്തിലേക്ക് കയറി ചെന്നിട്ട് ആ വിളക്കങ്ങോട്ട് കത്തിച്ചു വെച്ചിട്ട് തന്റെ വിരൽത്തുമ്പിനെ ആ വിളക്കിന്റെ അരികിലേക്ക് കൊണ്ടുപോകുമ്പോ ആ വിളക്കിന്റെ ചൂടം കടിക്കുമ്പോ അറിയാതെ തന്റെ വിരൽത്തുമ്പിനെ പിന്നിലേക്ക് വലിച്ചു പോയിക്കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറയുന്നത് എന്തെന്നറിയോ? ഉമറിന്റെ ശരീരമേ, നാളെ കത്തിക്കാണുന്ന അല്ലാഹുവിന്റെ നരകത്തിന്റെ ചൂടാ നിനക്കറിയുമോ? ഉമറിന്റെ ശരീരമേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വെട്ടിക്കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പോലും വെട്ടിക്കരഞ്ഞില്ല. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ടെങ്കിലോ അതിന് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. നമസ്കരിക്കാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടല്ലോ. ഇതുപോലെ തുടങ്ങിയുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഖൽബിന്റെ രാജാവ്, ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ്, ഉമർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് വിളക്ക് കത്തിച്ചു വെച്ചിട്ട് കഴിഞ്ഞുകൊണ്ട് നരകത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് വെട്ടിക്കറിഞ്ഞതെങ്കില്ല. എന്റെ പ്രിയമുള്ള സഹോദര, ഒരു സിനിമ ഒരു വട്ടം കണ്ടിട്ട് മതിവരാതെ പലവട്ടം ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ എത്രയോ നമസ്കാരങ്ങൾ സലാഹായി പോകുമെന്നറിയോ? അതൊന്നും ചിന്തിക്കാതെ അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് ഓർക്കാതെ ഈ
ജീവിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, ഫുട്ബോൾ കളി വരുമ്പോഴും ക്രിക്കറ്റ് കളികൾ വരുമ്പോഴും പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനി മുടങ്ങുമ്പോൾ ആ ടിവിന്റെ മുമ്പിൽ കയറിയിരുന്നുകൊണ്ടോ ബാങ്കിന് ഉത്തരം കൊടുക്കാത്ത ചെറുപ്പക്കാരാ, കാവ്യാതിരി പോലുള്ള വെറും വ്യക്തിഗത മ്ലേച്ഛമായിട്ടുള്ള സീലുകൾ കണ്ട് പൊട്ടിക്കളയുന്ന എന്റെ മുസ്ലിം ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിനക്ക് വരാൻ പോകുന്നൊരു മഹശറയുണ്ടല്ലോ. നിന്റെ കണ്ണിനെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോ നിനക്ക് അവിടെ വെച്ചെന്ത് പറയാ പറ്റുമെന്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്ക് ദുനിയാവ് വേണ്ട, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടാൻ പോകുന്ന സന്തോഷകരമായിട്ടുള്ള സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. സ്വർഗം കിട്ടണം, അല്ലാതെ നമുക്ക് ഇവിടത്തെ ഒരു ലക്ഷ്യവും നമുക്ക് വേണ്ട. അല്ലാഹു തആല മനുഷ്യർക്ക് ചില ആളുകളെ സമ്പത്ത് കൊടുത്തുകൊണ്ട് പരീക്ഷിക്കും. ഇതേ കണക്കുള്ള പല പല കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ പരീക്ഷിക്കുമ്പോൾ അവർ വിചാരിക്കും അല്ലാഹു തആല എനിക്കിങ്ങനെ സമ്പത്ത് കൂട്ടി തരയാണ്. അതല്ലേ നമ്മൾ പറഞ്ഞു, സമ്പത്തായാലും എന്തായാലും നിമിഷ നേരം കൊണ്ട് അതങ്ങ് മാഞ്ഞു പോവുകയാണ്. ഇതുപോലാണ് ഇനി എത്ര സമ്പത്തുണ്ടായാലും നിനക്ക് ചെറിയൊരു അസുഖം വന്നാൽ മതി, ചിലപ്പോ റബ്ബ് തആല അതിനങ്ങോട്ട് ഇരട്ടിപ്പിച്ചാൽ നിനക്കിന്ന് കോടിയുടെ ആസ്തി ഉണ്ടെങ്കിലും ശരി, ആ പൈസ മുഴുവനും ആ കാശ് മുഴുവനും ഇതിനു വേണ്ടിയിട്ട് നീ മാറ്റിവെക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കണം, അല്ലാഹുവേ ഈ ദുനിയാവിനെ ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ എന്റെ സ്ഥിതി എന്തായിരിക്കും, ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പോക്ക്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യനിങ്ങനെ ജീവിച്ചങ്ങ് തീർക്കുകയാണ് ഇവിടെ ദുനിയാവിൽ. നാളെ ആഖിറത്തിലേക്ക് പോകണമെന്നുള്ളൊരു ചിന്ത അവനിക്ക് വരുന്നില്ല. ഇദാ ആസൽ ഫതാ ഫിത്തീന ആമാ വൻസുഫുൽ ഉംരി യംഹഖുൽ ലയാലി വൻസുഫുൽ നസ്ഫി യദ്ഹബു ലൈസ യദ്രി بغفلته يمينا للشمال وفرس النفس آمال وحرص وشغل بالمقاصد والخيال وباقي العمر أسقام وشيب وهم بارتحال وانتقال. ഇതാണ് മനുഷ്യൻ. ഇതാ ആശൽ ഫത്താസിത്തീന ആമ. ഒരു മനുഷ്യൻ 60 കൊല്ലം ജീവിച്ചിരുന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പഠിപ്പിച്ചിട്ടില്ലേ, 60ന്റെയും 70ന്റെയും ഇടയ്ക്കാണ് എന്റെ ഉമ്മത്തിന്റെ ആയുസ്സെന്ന്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതനുസരിച്ച് കൊണ്ടുള്ള പൈത്താണ്. ഇദാ ആസൽ ഫത്താ 60 ആമ. കടലേഴും താണ്ടി ഗൾഫ് രാജത്താണല്ലോ താരിക്കൂട്ടാനായി മോഹമേറെയും ഉണ്ടല്ലോ കൽഭാഗം നീറിനി വീട്ടിൽ യാത്ര മൊഴിഞ്ഞല്ലോ കണ്ണോനീരോടെ ഭാര്യ പോട്ടി കരഞ്ഞല്ലോ. എന്റെ പ്രിയമുള്ള സഹോദര, ദുനിയാവിന് വേണ്ടിയിട്ട് ഗൾഫിലേക്ക് പോകുമ്പോ മക്കളെ കെട്ടിക്കുന്ന ആവശ്യം പറഞ്ഞുകൊണ്ട് ഗൾഫിലേക്ക് പോകുമ്പോ എന്റെ പൊന്നുമോള് വളർന്നു വരികയാണല്ലോ, അവളെ കെട്ടിച്ചയക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അന്യനാടുകളിലേക്ക് ഭാര്യന്റെ സുഖങ്ങളെയും മക്കളുടെ സുഖങ്ങളെയും ബന്ധുമിത്രാദികളുടെ എല്ലാ സുഖങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന സഹോദര, അടുത്ത കൊല്ലം നീ തിരിച്ചു വരുമെന്ന് എന്തുറപ്പിലാ സഹോദര പോകുന്നത്. ഇതാ ആശയ പത്താ ഒരാള് 60 കൊല്ലം ജീവിച്ചിരുന്നാൽ, ശ്രദ്ധിക്കണേ, 60 കൊല്ലം ജീവിച്ചിരുന്നാൽ അതിൽ നിന്നും പകുതിയും രാത്രിയായിട്ട് മാഞ്ഞു പോവുകയാണ്, രാത്രിയായിട്ട് മാഞ്ഞു പോകുന്നു.
പിന്നെ എത്രയുണ്ട്? പിന്നെ 30 പകൽ 30 രാത്രിയേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ. അല്ലാതെ 60 കൊല്ലം നമ്മളിവിടെ ജീവിക്കുന്നില്ല. രാത്രി അതിനെ മാച്ചു കളയുകയാണ്. എന്നിട്ട് അതിന്റെ പകുതിയുടെ പകുതി അത്രയായി 15. പിന്നെ ഉള്ള എത്രയാണ്? അതിന്റെ പകുതിയുടെ പകുതിയാണല്ലോ. 15 ഉണ്ട്. ആ 15 പിന്നെ എന്താ ചെയ്യുന്നത്? അവനവന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് അവൻ കടന്നു വന്നിട്ട് അവന്റെ പ്രായപൂർത്തി എത്തുന്നതുവരെ അവൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അവൻ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ അവനിക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞത് മുതൽ പിന്നീട് അവനിക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. കാരണം അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല. അവന്റെ ഉമ്മയും ഉപ്പയും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആ പൊന്നുമോനിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. പക്ഷേ മറിച്ചുകൊണ്ട് അവന്റെ ബന്ധുമിത്രാദികളുടെ കുറ്റങ്ങളും അവന്റെ കൂട്ടുകാരുടെ കുറ്റങ്ങളും അവന്റെ ബാപ്പ എന്തെങ്കിലും ചെയ്തൊരു കാര്യം കാണിച്ചാൽ ആ ബാപ്പാനെ കുറിച്ച് പോലും കുറ്റം എത്രയോ മാതാക്കൾ പറയുന്നുണ്ട്, എത്രയോ ഉമ്മമാരുണ്ട് അല്ലേ? ഉമ്മാന്റെ കുറ്റം ഉമ്മാന്റെ കുറ്റം ഉപ്പ മക്കളോട് പറഞ്ഞു കൊടുക്കുക, അതുപോലെ മക്കളെ കുറ്റം ഉമ്മയോട് പറഞ്ഞു കൊടുക്കുക. ഈ ശീലങ്ങളൊന്നും നല്ലതല്ല, ഇതൊന്നും നല്ലതല്ല. കഴിഞ്ഞ ആഴ്ചത്തെ ഒരു മാധ്യമത്തിൽ നമ്മളെല്ലാം നല്ലതുപോലെ വായിച്ചതാണ്. ബാപ്പാന്റെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മാന്റെ തലക്കടിച്ചു വന്ന സംഭവം. ബാപ്പാന്റെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മാന്റെ തലക്കടിച്ചു വന്ന സംഭവം എന്തുകൊണ്ടാ? കാരണം മക്കൾക്ക് അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനോ ഇന്നുള്ള മാതാപിതാക്കൾക്ക് സമയമില്ല. അതാണ് ഒന്നാമത്തെ കാരണം. ഇന്നിപ്പോ പണ്ടുള്ള ഉമ്മമാരൊക്കെ ആണെങ്കിൽ ഖുർആൻ ഷരീഫിലേക്ക് കൊണ്ടുവന്നിട്ട് നല്ലതുപോലെ സൂക്ഷിച്ച് ഒരു ഉറവുണ്ടാക്കി അതിനകത്ത് നല്ല ഭദ്രമായിട്ട് വീട്ടിനകത്ത് വെക്കുമായിരുന്നു. പക്ഷെ ഇന്നോ ഖുർആൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ആ ഖുർആൻ എടുത്തുകൊണ്ടുവരുന്ന സ്കൂൾ പുസ്തകത്തിന്റെ ഇടയിൽ നിന്നായിരിക്കും. അത്രത്തോളം അധപ്പതനത്തിന്റെ വൃത്തികെട്ട് കൊടും ആഴിയിലേക്കാണ് മുസ്ലിം ഉമ്മത്ത് ആയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അതുകൊണ്ട് അറിയാതെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് തേരാ പാര പോവുകയാണ്. പാടില്ല. എങ്ങനെ? അല്ലാഹുവേ, ഞാൻ നമസ്കരിച്ചിട്ടില്ല എങ്കില സുബഹി നമസ്കാരം കലാക്കിയാലോ ഇശാ നമസ്കാരം കലാക്കിയാലോ ഏതെങ്കിലും ഒരു വഖത്ത് നമസ്കാരം കലാക്കിയാലോ അല്ലാഹുവേ, എന്നെ നീ ശിക്ഷിക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത അവനിക്കില്ലാതെ മുന്നോട്ട് പോവുകയാൾ തീർന്നിട്ടില്ല. അവന് കള്ളു കള്ളു കുടിക്കുന്നതിനെ കുറിച്ചിട്ടോ നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോ കോടതിയിൽ വെച്ചുകൊണ്ട് അവനെ ചോദിച്ചുകൊണ്ടുള്ള കാര്യം അവൻ ചിന്തിക്കുന്നില്ല. അവന് സ്വന്തമായിട്ടുണ്ടാക്കുന്ന കാശുണ്ടല്ലോ, ആ കാശ് കൊണ്ടവനെ ചെയ്തു തീർക്കുന്നുണ്ടാ. വെറും ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കുടിക്കാതെ അവൻ ചൊന്നുകൊണ്ട് കാശ് വാരി എറിയുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെന്ന സഹോദരങ്ങളോട് ഞാൻ പറയാ, ഒരു സെക്കൻഡെങ്കിലും നീ എന്ന് ചിന്തിച്ചോ. ഞാൻ ഈ വെള്ളം കുടിച്ചു പോയാ ഞാൻ അല്ലാഹുവിന്റെ മഹ്ശറാവൻ സഭയിൽ വരുമ്പോ തിളച്ചുരുകുന്ന പാനീയമെടുത്തെന്റെ വായ്ക്കകത്തെ കൊഴിക്കുമല്ലോ എന്ന് നീ ചിന്തിക്കാതെ അശ്രദ്ധമായിട്ട് പോയല്ലോ. സ്വത്തുണ്ടായിട്ടും സക്കാത്ത് കൊടുക്കാതെ പോയല്ലോ. ഇതാണ് പറഞ്ഞത്. യമീനൽ ശിമാലി, അവനിക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഏത് പാതയിൽ കൂടിയാ അവനിക്ക് പോകേണ്ടുന്നു എന്നറിയുന്നില്ല. തീർന്നിട്ടില്ല.
സഹോദരങ്ങളെ തീർന്നിട്ടില്ല. മക്കളെ കുറിച്ച് ഇങ്ങനെ പെരുപ്പം പറയാ, അതുപോലെ അവന്റെ സമ്പത്തിനെ കുറിച്ച് ഇങ്ങനെ പെരുപ്പം പറയാ, എനിക്ക് ഇത്ര കടകളുണ്ട്, ഇത്ര പിന്നെ അതുപോലെ ഇത്ര പിന്നെ സ്ഥാപനങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ചുരുങ്ങിയുള്ള 5 കൊല്ലം അതെന്താ ചെയ്യുന്നതെന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദര, ഈ 5 കൊല്ലം നീ ജീവിച്ചിരിക്കുമെന്നോ നിനക്കെന്തുറപ്പാ സഹോദരങ്ങളോ ഉള്ളത്? وكم من صحيح مات من غير علة وكم من مريض عاش دهرا لا دهري تؤمل في الدنيا طويلا ولا تدري. ദുനിയാവിൽ എത്ര കൊല്ലമാണ് നീ ജീവിച്ചിരിക്കുന്നതെന്ന് നിനക്ക് പറയാൻ പറ്റുമോ സഹോദര? ഇതാ ജല്ലലൈലുൽ തഈശു ഇലാ തദ്രി. ഈ രാത്രിയിൽ നിന്റെ കിടപ്പറയിലേക്ക് നീ അങ്ങ് ചെന്ന് കിടന്നാൽ നിനക്കെഴുന്നേക്കാൻ സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ടാ നിനക്കെഴുന്നേക്കാൻ കഴിയുമെന്ന നിനക്കെന്തുറപ്പാടാ നിനക്കുള്ളത് കുറഞ്ഞിട്ടില്ല. എത്രയോ ആളുകളാ ഒരു രോഗം പോലുമില്ലാതെ വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത്. നമ്മളോടൊപ്പം സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വന്നിട്ട് നമ്മളോടൊപ്പം നല്ലതുപോലെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന അബ്ദുൽ ഖാദറാക്ക നിമിഷ നേരം കൊണ്ട് എന്ത് ചെയ്തു? വീട്ടിലേക്ക് പോയി പിന്നെ വിളിച്ചു പറയുന്നു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, പിന്നെ വീട്ടിൽ ഇന്നാള് മരണപ്പെട്ടു. അപ്പോഴാണ് നമ്മളെ കന്തം വിട്ടു പോകുന്നത്. ഒരു കുഴപ്പവുമില്ലാതെ വീട്ടിലേക്ക് പോയ ആള് അതാ അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട വചനങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുന്നു, ഇന്ന ആള് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അന്തം വിട്ടുപോകും. നമുക്ക് കേൾക്കാൻ പോലും നമ്മുടെ ചെവികൾ വിശ്വസിക്കാനേ കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു രോഗവുമില്ലാതെ എത്രയോ ആളുകളാണ് മരണപ്പെട്ടു പോയി. ചിന്തിക്കണം സഹോദരങ്ങളെ. ഇവിടെ നിന്ന് ബാധ പറഞ്ഞു കഴിഞ്ഞിട്ട് ഷമീർ ദാരിമിക്കായിരുന്നാലും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്കവന്റെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്ന് എന്തുറപ്പാവുള്ളത്? എന്തുറപ്പാണല്ലോ? ഒരു ഉറപ്പുമില്ല. എന്നാലോ എന്നാലോ എത്രയോ രോഗങ്ങളെ പിടിപെട്ടുകൊണ്ട് നൂറുകണക്കിന് രോഗങ്ങൾ പരിച്ചായിക്കൊണ്ട് നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ എത്രയോ ആളുകളാ കട്ടിൽ കഴിയുന്നത്. അവർക്ക് അല്ലാഹു തആല ദീർഘായുസ്സിനെ നീട്ടിയിട്ട് കൊടുക്കുന്നു. നമ്മുടെ എത്രയോ വീടുകൾ നമ്മൾ കാണാറുണ്ട്. ചില ആളുകൾക്ക് അല്ലാഹു തആല വല്ലാത്ത രോഗങ്ങൾ കൊടുക്കും. പക്ഷേ കട്ടിലിൽ ഒരേപോലെ ഇങ്ങനെ കിടക്കുന്നു. ചില ആളുകൾക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് അവരുടെ റൂഹുകളെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അല്ലാഹുവിന്റെ അടുക്കിലേക്ക് എടുക്കുകയാണ്. അതുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഇന്ന് മുതൽ അല്ലാഹുവേ, ഈ സെക്കൻഡ് മുതൽ അല്ലാഹ് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നമസ്കരിക്കുമല്ല. നീ പറഞ്ഞ ഓരോ കാര്യത്തിലേക്ക് ഞാൻ പോകുമല്ല. അല്ലാഹ് ഞാൻ ഇന്ന് കള്ളു കുടിക്കില്ല. അല്ലാഹ് പലിശയുടെ അടുക്കലേക്ക് പോകില്ല എന്നൊരു ഉറപ്പ് ഇവിടെ വെച്ചുകൊണ്ട് ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ശേഷിക്കുന്ന 5 കൊല്ലമാണെന്ന് ചിന്ത ഉണ്ടെങ്കിൽ
ശേഷിക്കുന്നതോ രോഗങ്ങളും മരണപ്പെട്ടു പോകുന്നത് എപ്പോഴാണ് എന്നുള്ള ചിന്തയാണ്. ഏത് സമയത്താണ് ഞാൻ മരണപ്പെടുന്നതോ, ഏത് സെക്കൻഡിലാണ് ഞാൻ മരണപ്പെടുന്നതോ, എന്റെ ഭാര്യന്റെ മുമ്പിൽ വെച്ചുകൊണ്ടാണോ, എന്റെ മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണോ, എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണോ, അതല്ല ഞാൻ ചീറിപ്പോയി പോകുന്ന എന്റെ വാഹനത്തിൽ വെച്ചുകൊണ്ടാണോ ഞാൻ മരണപ്പെടുന്നു എന്നുള്ള ചിന്തയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പിന്നെ അവസാന സമയമാകുമ്പോ അല്ലാഹുവിന്റെ പള്ളിക്കകത്തേക്ക് തസ്ബീഹുമാരിയും തൂക്കിയിട്ട് കാര്യമില്ല സഹോദരാ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ആ ആയുസ്സിനെ കുറിച്ച് അല്ലാഹു തആല ചോദ്യം ചോദിക്കുന്നു. ഞാൻ തീരു കണ്ട് തീർത്തെന്ന് പറയാൻ നിനക്ക് കഴിയോ? വെറുതെ ഞാൻ എന്റെ കച്ചവടത്തിന്റെ പേരിലോ ഞാനെന്ന് പോയെന്ന് പറയാൻ നിനക്ക് കഴിയോ സഹോദരാ? കഴിയോ? കഴിയില്ല. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുക. ഈ ദുനിയാവിനെ പാടെ അങ്ങ് മറക്കുക. ഈ ദുനിയാവ് നശ്വരമാണ്. ഈ ദുനിയാവ് നശ്വരമാണ്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അതിലേക്കുള്ളൊരു വഴി ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല വഴി നിനക്ക് കള്ളുകുടിയിൽ നിനക്ക് നല്ലതുപോലെ മാറി നിൽക്കണോ, പലിശയിൽ നിന്നും നിനക്ക് മാറി നിൽക്കണോ, ചൂതാട്ടത്തിൽ നിന്നും നിനക്ക് മാറി നിൽക്കണോ, നീ ഒരേ ഒരു കാര്യം ചെയ്യുക, നിന്റെ നമസ്കാരം നീ മുറ പോലെ നിറവേറ്റുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. നിന്റെ നമസ്കാരം നീ നല്ലതുപോലെ നിറവേറ്റിയാൽ ഈ അശ്ലീലമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും മുഴുവൻ നിന്റെ ജീവിതത്തിൽ നിന്നും തനിയെ അങ്ങ് മാറിപ്പോയിക്കൊണ്ട് സന്തോഷകരമായിട്ടുള്ള അവസ്ഥ നിന്നിലേക്ക് വന്നു ചേരും. ബഹുമാനമുള്ളവരെ, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ട് നാം ആ അല്ലാഹുവിന് വേണ്ടിയിട്ട് ശുക്ർ ചെയ്യുന്നില്ല? ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. ഈ ദുനിയാവും അല്ലാഹു തആല നമുക്ക് നൽകിയതാണ്. അതിനകത്തെ കുറിച്ച് സമ്പത്തുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അല്ലാഹുവിന് വേണ്ടിയിട്ട് ശുക്ർ ചെയ്യുന്നില്ല? അല്ലാഹുവിന് വേണ്ടിയിട്ട് നമസ്കരിക്കുക എന്ന് പറയുന്നത് അത് അല്ലാഹുവിന് വേണ്ടി ശുക്ർ പറയുന്നതിന് തുല്യമാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിന് തുല്യമാണ്. പക്ഷെ മനസ്സിലാകുന്ന നാം ഇന്ന് വളരെ അധപ്പതനത്തിന്റെ കുറ്റവിക്കിലാണ്. അതല്ല അല്ലാഹു തആല പറഞ്ഞത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ആദിയാതി ളബ്ഹാ ഫൽ മൂരിയാതി ഖദ്ഹാ ഫൽ മുഗീറാതി സുബ്ഹാ ഫഅസറന ബിഹി നഖ്വാ ഫവസത്ന ബിഹി ജംആ إن الإنسان لربه لكنود. إن الإنسان لربه لكنود. മനുഷ്യർ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾക്കൊക്കെ അവൻ നന്ദികേടാണ് അവൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല അവനക്ക് നൽകിയിട്ടുള്ള സമ്പത്ത്, അതിന്റെ പേർക്ക് അവൻ അല്ലാഹുവോട് നന്ദി പറയുന്നില്ല. അല്ലെങ്കിൽ അവന്റെ മോനിക്ക് അസുഖം വന്നു, ആ അസുഖം മാറിയതിന്റെ പേര് അൽഹംദുലില്ലാഹ് അവൻ പറയുന്നില്ല. പക്ഷേ മനുഷ്യരിങ്ങനെ നന്ദി കെട്ടവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിൽ കൂടി അടിവരയിട്ടുകൊണ്ട് പറയാണ്. എന്നാൽ വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി ومن في الأرض من دابة والملائكة وهم لا يستكبرون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കൂടി പറയാണ്, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള്. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന് ആകാശങ്ങളിലും അതുപോലെ ഈ ഭൂമിയിലും അല്ലാഹുവിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യുന്ന മാലാഖമാരും മൃഗങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത മനുഷ്യരാകുന്ന നാം അല്ലാഹുവിനോട് നന്ദികേടാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്.